നമ്മുടെ കായംകുളം MLA ചെറുപ്പക്കാരിയായിട്ടുള്ള യു പ്രതിഭ കഴിഞ്ഞ 2 തവണ കായംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അസംബ്ലിയിലും പുറത്തുമെല്ലാം ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും വളരെ ശോഭിച്ച അസംബ്ലിക്കകത്ത് ഏറ്റവും നല്ലൊരു പാർലമെൻറ്റേറിയൻ നിയമസഭാ സാമാജിക എന്നുള്ള നിലയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയാണ് സഖാവ് യു പ്രതിഭ. സഖാവ് യു പ്രതിഭ അവർ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനത്തിൻ്റെയും വികസന രംഗത്ത് അവർ നടത്തിയിട്ടുള്ള നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും കായംകുളം പോലുള്ള മണ്ഡലത്തിൽ സഖാവ് പ്രതിഭ തന്നെ മത്സരിക്കണം LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടെന്ന് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ കൺവീനർ, ഈ മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയാണ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനറും കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള ലീഗ് നേതാവ് ശ്രീ ഇർഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ പ്രസംഗിച്ച സന്ദർഭത്തിൽ യു പ്രതിഭയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നും അല്ല അത്തരം കാര്യങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെ വികസനം നടത്തിയിട്ടില്ല എന്നെല്ലാമുള്ള ദുരാരോപണങ്ങളെല്ലാം ഉയർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവസാനം ഇതെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ ഒരു സ്ത്രീയെ സംബന്ധിച്ചോ പൊതുപ്രവർത്തകയെ സംബന്ധിച്ചോ പറയാൻ പാടില്ലാത്ത തരത്തിൽ അങ്ങേയറ്റം ലൈംഗിക ചുവയോടുകൂടിയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് പറഞ്ഞത് ഇതുതന്നെയാണ്, യു പ്രതിഭ വാക്ചാതുരി കൊണ്ട് ജയം നേടാൻ ശ്രമിക്കുന്നു, ശരീര വടിവ് കാണിച്ച് ജയം നേടാൻ ശ്രമിക്കുന്നു, വാക്ചാതുരിയും ശരീരവടിവുമെല്ലാം സെയിലിന് വിൽപ്പനക്ക് വെക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് ഒരു യുവതിയെക്കുറിച്ച്, ഒരു പൊതുപ്രവർത്തകയെ സംബന്ധിച്ച് 2 വട്ടം MLA ആയിട്ടുള്ള പ്രതിഭയെക്കുറിച്ചാണ് ഈ മനുഷ്യൻ ഇത്രയും ആളുകൾ, കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, അവരുടെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുള്ള കൺവെൻഷനിൽ വെച്ച് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ മനുഷ്യന്, രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഈ മനുഷ്യന് പറയാൻ പറ്റിയത്? ഇന്നലെ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കും, ആദരണീയനായ തങ്ങളെക്കുറിച്ച് മോർഫിംഗ് നടത്തിയ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മോശപ്പെട്ട ചിത്രങ്ങൾ വന്നപ്പോൾ LDFിൻ്റെ ഒരാളും അത് ഏറ്റുപിടിച്ചില്ലല്ലോ. ഇല്ലെന്ന് മാത്രമല്ല, അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടിയെ ഈ രൂപത്തിൽ പരസ്യമായിട്ട് ഈ രൂപത്തിൽ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു ലൈംഗികാതിക്രമം വേറെ എന്താണുള്ളത്? 2 വട്ടം MLA ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ കൺവീനർ എന്ന് പറയുന്ന മണ്ഡലം കമ്മിറ്റിയുടെ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്ന ഇർഷാദ്, കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ഇർഷാദ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ഇർഷാദ് ഈ രൂപത്തിൽ പ്രതിഭയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ഇതാണ് മാർഗം എന്നുള്ള നിലയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നുള്ള നിലയിലും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്, അഖിലേന്ത്യാ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കും. ഈ UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ ഇനി വാലിഡ് ആകുമോ? എതിരാളിയായിട്ടുള്ള എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള UDFിൻ്റെ കൺവീനർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഈ രൂപത്തിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഇത്ര മോശമായ രീതിയിലുള്ള ലൈംഗിക അതിക്രമം നടത്തുക, ലൈംഗിക അതിക്രമം വാക്കുകൾ കൊണ്ട് നടത്തുക, അതും അങ്ങേയറ്റം അതിശയപാർഹമായ വിധത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു ക്രൂരത, ഇതിനപ്പുറത്തൊരു വൃത്തികേട് കാണിക്കാനില്ല.
കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ട് ഇരിക്കുന്ന ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ ഇർഷാദ്? ആ സ്ഥാനത്ത് രാജിവെക്കണം. ഞാൻ UDF സ്ഥാനാർത്ഥിയോടും ആ പാർട്ടിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തോടും പറയുന്നത്, ഈ UDF കൺവീനറെ അടിയന്തരമായിട്ട് നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ചാണ് കൺവീനറാക്കിയിട്ടുള്ളത്. ഇത് കായംകുളം മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇതാണ് സംസ്കാരമെങ്കിൽ ഈ ആഭാസത്തരം തുടക്കത്തിൽ തന്നെയാണ് ഈ രൂപത്തിലാണെങ്കിൽ എന്തായിരിക്കും പ്രതിഭയെക്കുറിച്ച് അവർ പറയാൻ പോകുന്നത്? അതുകൊണ്ട് ഇത് കേരളത്തിലെ നമ്മുടെ വനിതാ കമ്മീഷൻ ഏറ്റെടുക്കണം. ഇത് ഞങ്ങളുടെ കേരളത്തിലെ മഹിളാ സംഘടനയും ഇതിനെ സംബന്ധിച്ച് ശക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കും. നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ രാജിവെക്കുക, ഒപ്പം UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ നിയമപരമായി സ്വീകരിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കും. ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം എന്ത് പറയുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ലീഗിൻ്റെ നേതൃത്വം, ബഹുമാനപ്പെട്ട ഒട്ടേറെ നേതാക്കന്മാർ അവർക്കുണ്ടല്ലോ, ഈ നേതാക്കന്മാർ ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ ലൈംഗിക ആഭാസ ചുവയുള്ള വൃത്തികെട്ട ഭാഷ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ പ്രയോഗിച്ചതിനെ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്ത്? UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയാൻ ഉള്ളത് എന്ന് അറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാനാണ്. വനിതാ കമ്മീഷന് ഇതിന് പരാതി കൊടുക്കും, അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDF നേതൃത്വം ഇക്കാര്യത്തിൽ ജനസമക്ഷം മാപ്പ് പറയേണ്ടുന്ന ഒരു വളരെ ഗൗരവമേറിയ ഒരു വസ്തുതയാണ്. കേരളത്തിൽ സ്ത്രീ സമൂഹത്തെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുന്നതിന് തയ്യാറാവുന്ന ഇത്തരം ആൾക്കാരെ പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കലും ഇടപെടാനോ പ്രവർത്തിക്കാനോ അനുവദിക്കരുത് എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്.